പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ജൂഡ് ജോസഫിന്റെ പരീക്ഷാ ഹാളിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷയല്ലേ. കൂട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ നീ കുറേ നേരം വെറുതെ ഇരിക്കണം ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ ക്യാമറ ഉള്ളത് കാരണം നിന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഇളയൊളുക്കുമ്പോൾ ആർക്കും മനുഷ്യന്മാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടായ്മകൾ നിന്നെ സഹായിക്കത്തില്ല, സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് സമയം. അപ്പോൾ ആര് സഹായിക്കേണ്ടതാണ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ആരാണ്? ആ ദൈവം. അപ്പോൾ ഇവനൊരു തീരുമാനമെടുക്കും. എന്താ? ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ, ഞാനൊന്നും എഴുതിയിട്ടില്ല, ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ അതെൻ്റെ കർത്താവായിരിക്കും എന്നെ ജയിപ്പിക്കുന്നത്. അപ്പം വീട്ടിൽ വരുമ്പോൾ അമ്മ പറയും നീ ജയിക്കോടാ. അപ്പോൾ അവൻ അമ്മയോട് പറയും, അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയണത്? ഞാൻ വല്ല എഴുതിയെങ്കിലല്ലേ ജയിക്കത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചില അവിശ്വാസികൾ ചോദിക്കും, പിന്നെ എഴുതാത്ത പരീക്ഷ കർത്താവ് മാർക്ക് കൊടുക്കുമ്പോൾ കർത്താവ് കള്ളനാകുക. അതല്ല, നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിന് ഈടേറവ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കാനാവാത്ത ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്, മാറാത്ത രോഗങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. എല്ലാം സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള്, വിട്ടുമാറാത്ത വിഷമസന്ധികള്, ജപ്തി നടപടികള്, കേസുകള്, കർത്താവ് വിവാഹപ്രായമായിട്ടുള്ളവര്, ഗുണപരവ് ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാത്ത ഭവനങ്ങള്, വീട് സ്വന്തമായില്ലാത്തവര്, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവര്, കർത്താവേ, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ, പരിഹരിക്കാനാവാത്ത ഞങ്ങളുടെ ജീവിത നിയോഗങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയോട് ഞങ്ങൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഒരുമിച്ച് സ്വരത്തിലെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, സ്വരത്തിലെ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എല്ലാവരും എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ജൂഡ് ജോസഫ് ഒരു വിശ്വാസത്തിന് പ്രവർത്തനം ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യണത്? റിസൾട്ട് വരാൻ നേരത്തെ ഉടമ്പടി തൈലമെടുത്ത് കണ്ണിൽ തേക്കും. വിശ്വാസമില്ലാത്തവർ ഇത് അന്ധവിശ്വാസമായിട്ട് തോന്നും. അതവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണവൻ. ഇനി കൂട്ടുകാരായിരിക്കും അതിന് റിസൾട്ട് പിടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ചെവിയിലൂടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ചെവിയിലും തേക്കും. ഒരു ബിടെക് സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് അത് ചെയ്യണത്? അല്ല, ഹൃദയത്തിൽ നിന്ന് വന്നിട്ട് വേറെ ദൈവമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ആരുമില്ല, അത് പ്രഖ്യാപിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ദൈവമില്ലാതെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മറ്റൊരുത്തരിൽ രക്ഷയില്ല, രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ്. അങ്ങയോട് തുലനം ചെയ്യാൻ കർത്താവേ, അങ്ങയെ പോലെ മറ്റാരും ഈ ലോകത്തിലില്ല. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ശക്തി, അങ്ങാണ് ഞങ്ങളുടെ അഭയം. ഹല്ലേലൂയ. കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു,
ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടി തൈലമല്ല അവന് മാർക്ക് കൂട്ടാൻ പോണത്. ആരാണ്? അവന് പുരട്ടിയിട്ട് എന്ത് പറയും? വിശ്വാസപ്രമാണം ചെല്ലുവന്നു. അതാണ് സംഭവം. വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. എന്തിൻ്റെ കർത്താവ്? പരീക്ഷയുടെയും കർത്താവ്, മാർക്കിൻ്റെയും കർത്താവ്, യൂണിവേഴ്സിറ്റിയുടെയും കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെയും കർത്താവ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അധരം കൊണ്ട് അങ്ങ് ഏറ്റുപറയുകയും ഹൃദയത്തിൽ മരിച്ചവരാ വിശ്വസിക്കുകയും ചെയ്തു. കരങ്ങൾ നീട്ടി കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ. എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അപ്പം തന്നെ നിന്റെ ഹൃദയത്തിൽ പറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. അധരം കൊണ്ട് പറയണം, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? ഇപ്പം ജൂഡ് ജോസഫിൻ്റെ സാക്ഷ്യം അറിയാമല്ലോ, നിങ്ങൾ നോക്കണത് എന്താ? അവനെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. കാര്യം അപകടം വന്ന് തലച്ചോറ് കുടുങ്ങിപ്പോയ ആളാണ്, ഓർമ്മ പോയി. ആ ആൾക്ക് കർത്താവ്, നിൻ്റെ ഓർമ്മ പോകുമ്പോൾ കർത്താവ് നിനക്ക് പകരം ഓർമ്മയായി മാറും. കൈയിടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകത്താൽ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ഇന്നലെ ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. 48 വയസ്സുള്ള ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? അവരെ എഴുതുന്ന പരീക്ഷയുടെ അവരുടെ കാലം കഴിഞ്ഞു. ഒരു 38-35 വയസ്സാകുമ്പോഴത്തേന് പരീക്ഷാകാലം കഴിയും. കാര്യം ഒന്നാമത്തിൽ പുതിയ തലമുറ നിങ്ങൾക്കറിയാമല്ലോ, പുതിയ തലമുറയായിട്ട് ആർക്കും കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഷാർപ്പ് ഇൻ്റലിജൻറ്റ്, അപ്പാര മെമ്മറി. കാര്യം നമ്മുടെ മക്കളാണവർ. ഈ 48 വയസ്സുകാലത്തിലെ മക്കളെന്ന് പറയണത് അമ്മയേക്കാൾ ഡബിൾ മെമ്മറിയാണ്. അപ്പോൾ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ഇനി നമ്മുടെ മക്കളാകുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ അതിനേക്കാൾ ഷാർപ്പായിരിക്കും. അപ്പോൾ അവർ തന്നെ, അതുകൊണ്ട് തന്നെ അവർ മനസ്സിടിയാണ്, ഞാൻ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുമോ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിപ്പോയി. പിന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പറഞ്ഞില്ലേ, കേട്ടില്ലേ? അത് ഞാനതാണ് കേട്ടത്. കമ്പ്യൂട്ടർ പണ്ടേ അവർക്ക് മെമ്മറി കുറവാണ്, അവർക്ക് ആത്മവിശ്വാസമില്ല. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. പിന്നെ ആരാണ്? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകുമ്പോൾ കർത്താവിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ആകും. സുധുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി ഹല്ലേലൂയ. ഈശോയേ, അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പ്രൈസ് ദി ലോർഡ്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം എഴുതിത്തള്ളാം. ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ, 1000 അല്ല, 1000 യൂട്യൂബിൽ മാത്രം കിടക്കണത് എന്താണ്? ഞങ്ങൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് 600 ഉണ്ട്. ലൈവിൽ കിടക്കുന്നത് ഒരു 600 ഉണ്ട്. 1200 സാക്ഷ്യങ്ങളായി. എല്ലാവർക്കും ചോദിക്കണം, ഈ 2 കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത്.
കൃപാസനത്തെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ 2 കൊല്ലം കൂടി ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഉടമ്പടിയാണ് സംഭവിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിന്റെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ. എഫേസ്യസ് 2:8 കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കൃപയാലാണ് രക്ഷയെന്ന് കൃപാസനത്തിൽ വന്നുകൂടി ഓരോ മക്കളെ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ പാടാം. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ. പേര് അനിത. ഞാൻ മുല്ലക്കര ഇൻഫൻറ്റ് ജീസസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഈ 2ാമത്തെ മകൾക്ക് വേണ്ടിയാണ്. ആദ്യമായി തന്നെ ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ട് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു, ഇങ്ങനെ കൃപാസനം, ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ ഒരുപാട് അത്ഭുതം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. മാതാവാണ് ഇവിടുത്തെ പ്രത്യക്ഷം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒരുപാട് മാതാവിനോട് ഭക്തിയുള്ള ആളാണ്. പക്ഷേ കൃപാസനം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പ്രത്യേകത? മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ എന്തിനപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അത് നിഷിച്ചു പറയുകയോ കുറ്റം പറയുകയോ ചെയ്തില്ലെങ്കിലും മനസ്സിൽ എനിക്ക് വലിയ വിശ്വാസം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ വർഷം തന്നെയാണ് 2019 ഞാൻ ഞങ്ങളുടെ സ്കൂളിലൊരു ടീച്ചറെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ടീച്ചറെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഈ മകള്, ഇവളുടെ പേര് ചിഞ്ചു എന്നാണ്, ഇവള് കോളേജ് വിട്ട് വരികയാണ്. അപ്പം ഞാൻ ഈ ടീച്ചറെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇയാളുടെ പുറകിലുണ്ട്, കുട്ടി മുന്നേ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് ഞാൻ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ആൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷേ ആൾ അത് മൈൻഡ് ചെയ്യുന്നില്ല, ആരാണാവോ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണാവോ ഈ കുട്ടി ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെയല്ലല്ലോ, എൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന് മാറില്ല, അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആളുടെ. പക്ഷേ ആളത് അങ്ങനെ ശ്രദ്ധിക്കാത്ത പോലെ അങ്ങനെ പോയി. അങ്ങനെ ഞാൻ വേഗം നടന്ന് ആളുടെ അടുത്തെത്തി. എത്തിക്കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്ത് ഞാൻ വിളിച്ചിട്ട് നീ നിൽക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പറയുന്നു, അമ്മയാണോ വിളിച്ചത്? എനിക്ക് അമ്മയുടെ സ്വരം പോലെ തോന്നി, പക്ഷേ എനിക്ക് അമ്മയെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അതെന്തെന്നെ മനസ്സിലാവാത്തത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മേ, ഞാനിങ്ങനെ ഒരു തപ്പിയാണ് ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. കോളേജ് വിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ എന്തെങ്കിലും വെറുതെ ജോക്ക് പറയുന്നതാവുമെന്ന് ഞാൻ വിചാരിച്ചത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ ഞാൻ ആ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ക്ലോക്കിൻ്റെ പകുതി ഭാഗമേ കാണാൻ പറ്റുന്നുള്ളൂ, പകുതി കാണാൻ പറ്റുന്നില്ല, പാർഷ്യൽ വിഷനാണ് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ പകുതി കാണാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പകുതി കാണാൻ പറ്റാണ്ട്, നിൻ്റെ ഓരോ വേഷം കെട്ടാണ്, നിനക്ക് വെറുതെ ഓരോ തോന്നലുകളാന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല അമ്മ എനിക്ക് അങ്ങനെയാണ്, ഇപ്പം അമ്മയെ തന്നെയാണെങ്കിൽ അമ്മയുടെ പകുതി ഭാഗം കാണാം, പകുതി കാണില്ല, ഇങ്ങനെ നീളത്തിൽ പകുതി ഭാഗം കാണാം, പകുതി കാണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ഒരു കണ്ണിൻ്റെ ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ലമ്മ, എനിക്ക് കണ്ണിൻ്റെ പ്രശ്നമല്ല, എനിക്ക് എന്തോ ഒരു ന്യൂറോ പ്രോബ്ലം ആയിട്ടോ തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പഠിക്കുന്നത് എംടെക്കിനാണ്, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജിയിൽ എംടെക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, 3rd സെമസ്റ്ററിലേക്ക് കടന്ന സമയത്താണ് ഇത് ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിൻ്റെ വെറുതെ തോന്നലാണ്, നമുക്ക് ആദ്യം തന്നെ പോയി ആ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് പോയി കണ്ടു. അപ്പോൾ അവരുടേതായ രീതിയിൽ അവരിങ്ങനെ അക്ഷരങ്ങൾ വായിപ്പിക്കുക, നമ്പേഴ്സ് വായിപ്പിക്കുക, അതൊക്കെ ചെയ്തപ്പോഴൊക്കെ ആൾക്ക് ഇത് തന്നെയാണ് പ്രശ്നം, പകുതി കാണാം പകുതി കാണില്ല, പക്ഷെ ആൾക്ക് ഒരു ഉദ്ദേശം വെച്ചിട്ട് അതൊക്കെ വായിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഷോർട്ട് സൈറ്റിൻ്റെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. സ്പെക്സിന് എഴുതി. വീട്ടിൽ വന്നപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് സ്പെക്സ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല അമ്മ, ഇതെനിക്കതല്ല പ്രശ്നം, എനിക്ക് എന്തോ ന്യൂറോ പ്രോബ്ലം ആണ്, നിങ്ങൾ എന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആദ്യം തന്നെ ആ സ്പെക്സ് കിട്ടട്ടെ, അത് കിട്ടി വെച്ചിട്ട് നമുക്ക് നോക്കാം, നമുക്ക് തീരുമാനിക്കാം, അമ്മ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, സമയം കളയണ്ട, ഇനി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മോളും മാതാവിൻ്റെ കൃപാസനം ഇവിടേക്ക് ഞങ്ങളിപ്പോൾ വന്നിട്ടില്ല, പക്ഷെ മാതാവിൻ്റെ നല്ലൊരു ഭക്തിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ
ഇവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ പിറ്റേ ദിവസം സ്പെക്സ് കിട്ടിയപ്പോൾ ഇവൾ പറഞ്ഞ പോലെ തന്നെ യാതൊരു കാര്യമില്ല, അവൾ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെ പാർഷ്യ വിഷനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇയാൾ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അവിടെ മദർ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടു, ആളുടെ ക്ലിനിക്കിൽ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു തരം മൈഗ്രെയിനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട, 1 മാസം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി, അത് മാറിക്കോളും, അത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു അല്ല ഡോക്ടറെ, എനിക്ക് ഒരു MRI എടുക്കണം, എനിക്ക് മൈഗ്രെയിൻ അല്ല, എനിക്ക് സംതിങ് വേറെ എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ എനിക്ക് തോന്നുന്നത്, എനിക്കൊരു MRIക്ക് എഴുതി തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല കുട്ടിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലമാണ്, എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് MRI ചെയ്യണേന്ന് ചോദിച്ചു. അല്ല ഡോക്ടർ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി തരുമോ എന്ന് പറഞ്ഞു. നിർബന്ധമാണെങ്കിൽ ഞാൻ എഴുതി തരാം, നിങ്ങൾക്ക് അഡ്മിറ്റ് ആവണോ എന്നൊക്കെ ചോദിച്ചു. അതായത് നമുക്ക് ഈ എന്താ പറയുക ഇൻഷുറൻസിൻ്റെ അതൊക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് ആവണമെങ്കിൽ ആവാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ അഡ്മിറ്റ് അതുകൊണ്ട് ആയതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഈ പറഞ്ഞ ബുദ്ധിമുട്ട് തന്നെയുള്ളൂ, ഡോക്ടറുടെ കണക്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവിടെ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഡോക്ടർ MRIക്ക് എഴുതി തന്നു. ഞങ്ങൾ പുറത്തേക്കാണ് എഴുതിയത്. അവിടെ പോയി ചെയ്ത് വന്നപ്പോഴാണ് അവിടുത്തെ ആ റേഡിയോളജിസ്റ്റ് ആകെ ഭയന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു അതിൻ്റെ ചേച്ചി ഇത് എന്താ, ഇവൾക്ക് എന്താ പ്രശ്നം, മോൾക്ക് എന്തോ കുഴപ്പമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അവൾ ഇങ്ങനെയാണ് പറയുന്നത്, അത് ഡോക്ടർ പറഞ്ഞ മൈഗ്രെയിനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു അത് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കണ്ട, എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് ഡോക്ടറെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആകെ അന്തം വിട്ടു. കാരണം ഇയാൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു പ്രശ്നം. അപ്പോൾ മോൾ എന്താ ചെയ്യണേ, എന്താ പഠിക്കണേ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ തോന്നാൻ കാരണം, ഇങ്ങനെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണം എന്ന് കുട്ടിക്ക് തോന്നാൻ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ മോൾ പറഞ്ഞത് ഇവൾ MTechന് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അല്ലേ പറയും. ഞാൻ എൻ്റെ MTechൻ്റെ 3rd സെം സെമിനാറിന് വേണ്ടി ഞാൻ എൻ്റെ MTechൻ്റെ 3rd സെം സെമിനാറിന് വേണ്ടി ഞാൻ എടുത്തൊരു ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു റയർ ഡിസീസാണ്, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ ഡിസീസായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രസൻറ്റേഷന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന സിംറ്റംസ്, ഡയഗ്നോസിസ്, അങ്ങനെയൊക്കെ പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ സിംറ്റംസിലെ കുറച്ച് സെക്ഷൻസ് ഞാൻ പല റിസർച്ച് പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ രോഗത്തിനോട് സിമിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരിക്കലും കണ്ണിൻ്റെയോ അല്ലെങ്കിൽ മൈഗ്രെയിനോ ഒന്നും അല്ലാന്ന് എനിക്ക് അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ തോന്നി. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു മാതാവാണ് എന്നെ തോന്നിപ്പിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് ബ്ലൈൻഡായി പോയേനെ, കംപ്ലീറ്റ് ബ്ലൈൻഡായി പോയേനെ. ഓരോ മിനിറ്റ് എനിക്ക് വാല്യുബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ എത്ര ഡോക്ടേഴ്സിനോട് കൺവിൻസ് ചെയ്യാമെന്ന് വെച്ചാലും ഡോക്ടേഴ്സ് പറയുന്നത് അതങ്ങനെയല്ല, ഡോക്ടറിനോട് പറഞ്ഞാൽ അതല്ല മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനാണ് അന്ന് ഡോക്ടർ MRI എഴുതിയത്. അങ്ങനെ ഞാൻ എൻ്റെ MTech ഞാൻ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു 5 ദിവസത്തെ കോഴ്സ് ഉണ്ട് സ്റ്റിറോയിഡ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അമൃതയിലേക്ക് റെഫർ ചെയ്തു ഡോക്ടർ. അവരുടെ അമൃതയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് ഇതെന്താണ് അസുഖം എന്ന് അവർക്ക് അറിയുന്നില്ല. ഡോക്ടർ പറഞ്ഞു നമുക്ക് തന്നെ എന്താ പേരിടണ്ടേ എന്നൊക്കെ ഒരു തമാശ രൂപേണ ഇവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഇവൾ ഉദ്ദേശിച്ച രോഗമല്ല, പക്ഷേ എന്നാൽ എന്തോ ഒരു റയർ ഡിസീസായിട്ട് ഡോക്ടർക്ക് തോന്നുന്നുണ്ട്, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളങ്ങനെ 1-2 വട്ടം അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയി. അത് കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഈ കുട്ടി ആകെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അമൃതയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടിരുന്നു. ഒരു ചൊവ്വാഴ്ചയാണ് ജോസഫച്ചനെ കണ്ടിരുന്നു. അപ്പോൾ അച്ഛനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അപ്പോൾ ഇവൾക്ക് 1 മാസമായിട്ട് നാവിൻ്റെ തൊലി പോവുക. അപ്പം നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിൻ്റെ കളറായിരുന്നു അവളുടെ വായിൻ്റെ ഉള്ളിൽ ചുറ്റും, നാവും കവിളിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ വിഷൻ്റെ പ്രശ്നം വരുന്നതിൻ്റെ 1 മാസം മുന്നേ അവൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ഇല്ല ഭക്ഷണം കഴിക്കാനായിട്ട്, പക്ഷേ ആൾക്ക് വിശപ്പുണ്ട്. അങ്ങനെയായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ ആദ്യം തന്നെ ആ വിവരം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉപ്പ് പുരട്ടിയാൽ മതി, അത് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് നാവിനകത്ത് പുരട്ടി കഴിഞ്ഞാൽ അത് മാറിപ്പോക്കോളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അപ്പം നമ്മൾക്ക് ഇവിടെ കൗണ്ടറിൽ നിന്ന് ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഉപ്പ് തീർന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അവിടെ ഉപ്പ് തീർന്നു, അപ്പോൾ എനിക്ക് ഉപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വേഗം ഇവിടെ ഏതോ ഒരു ബ്രദറോട് പറഞ്ഞിട്ട് ആ ബ്രദർ പെട്ടെന്ന് തന്നെ ഉപ്പ് കൊണ്ടു തന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ആ ഫ്രണ്ടിലെ സ്റ്റേജിൻ്റെ അവിടെ വെച്ചിട്ട് ഉപ്പ് ഇങ്ങനെ നാവിലും കവിളിനകത്തൊക്കെ ഞാൻ പുരട്ടി കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആഷ് കളറായിട്ട് മാറി. അപ്പോൾ തന്നെ അപ്പം ഞാൻ ഓർത്ത് ഉപ്പിൻ്റെ ഒരു ഇതായിരിക്കും ആ കളറെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ ചായ കുടിക്കാനായിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഈ കാര്യം അറിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുക, അവരുടെ മുമ്പിൽ വെച്ച് ഇയാൾക്കൊന്നും വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ചപ്പോൾ ഞാൻ പോകുന്നത്. അതേസമയം എനിക്ക് ചായ കുടിക്കാതെ പറ്റുന്നുമില്ല. അത്ര സമയമായപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി. അങ്ങനെ അവരുടെ കൂടെ കയറിയതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കൊരു മസാല ദോശ വേണം അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മസാല ദോശ വാങ്ങി നീ കഴിക്കാൻ പറ്റില്ലല്ലോ നിനക്ക്, പിന്നെ നീ എന്തിനാ അത് വാങ്ങണേ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്കത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് മസാല ദോശ വാങ്ങി കൊടുത്തു. എനിക്ക് ഒരു നെയ് റോസ്റ്റ് കൊണ്ടുവന്നു. ഈ മസാല ദോശ കഴിച്ച് അപ്പോൾ തന്നെ ആൾ പറഞ്ഞു, അമ്മയുടെ നെയ് റോസ്റ്റും കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മാസമായിട്ട് ഇയാൾക്ക് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. വിശപ്പുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആളൊരു സ്വല്പം വായിൽ വയ്ക്കുമ്പോഴേക്കും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോയിരുന്ന കുട്ടിയാണ്. പക്ഷെ ആ ഉപ്പ് തേച്ച്, അതാണ് എൻ്റെ ആദ്യത്തെ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അതാണ്. ആ ഉപ്പ് തേച്ച് ഇവിടുന്ന് പോയി ഇവിടെ അടുത്തുള്ളൊരു ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയത്. അത്ര നേരം കൊണ്ട് ഇവൾക്ക് ആ ടേസ്റ്റ് വന്നു. ആൾ എൻ്റെ ആ നെയ് റോസ്റ്റും കൂടി എടുത്ത് കഴിച്ചു. ഇനിയും ഒരു മസാല ദോശ കൂടി വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ. അപ്പോൾ അത്രയും നാളായിട്ട് ആൾ അങ്ങനെ ഒന്നും കഴിച്ചിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മതി, ഇത്രയും കഴിച്ചാൽ മതി, നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവാം, കാരണം ആ ഫാമിലി ഉണ്ടല്ലോ കൂടെ, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകണ്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 15 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. എൻ്റെ 2 കാലും ചൊറിഞ്ഞ് പൊട്ടി ചോരൊലിക്കുമായിരുന്നു മുട്ടിന് താഴേക്ക്. 15 വയസ്സിൽ ആരംഭിച്ചതാണ്. എല്ലാവിധ ഡോക്ടേഴ്സിനും കണ്ട് അലോപ്പതി, ഹോമിയോ, ആയുർവേദം എല്ലാം കണ്ടിരുന്നു. പക്ഷേ എനിക്കത് മരുന്ന് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് മാറും, അത് കഴിയുമ്പോൾ വീണ്ടും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. പിന്നെ ഞാനതിനെ മൈൻഡ് ചെയ്യാണ്ടായി, അതുപോലെ കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ നല്ല ചൂടാണ്, ഏപ്രിൽ മാസമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കാല് ചൊറിഞ്ഞ് പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഈ ഉപ്പ് തേച്ച് കഴിഞ്ഞ് ഈ വിശപ്പും അത് ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ വീട്ടിൽ ചെന്ന വഴി ഞാൻ പറഞ്ഞു, ഏതായാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ആ ഉപ്പും തേനും കൊണ്ട് എടുക്കുന്നു പറഞ്ഞിട്ട് അതെടുത്തിട്ട് കാലിൻ്റെ മുട്ടിന് താഴെ. സത്യം പറഞ്ഞാൽ ആ നേരത്തെ അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്തതല്ല കേട്ടോ. പക്ഷേ ഞാൻ 2 കാലിനെയും അങ്ങോട്ട് തേച്ചു. അങ്ങനെ തന്നെ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. കുളിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ അവിടെ കിടന്നുറങ്ങിപ്പോയി. നേരം വെളുത്ത് നോക്കുമ്പോൾ കാലിൻ്റെ ഈ 2 കാലിൻ്റെയും ചൊറിഞ്ഞു പൊട്ടിയിരുന്നത് കംപ്ലീറ്റ് കരിഞ്ഞു പോയി. ഒരാഴ്ച കൊണ്ട് പാടുപോലും ഇല്ലാണ്ടായി കാലുമ്മേ. എനിക്ക് 15 വയസ്സിൽ ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ തുടങ്ങിയതായിരുന്നു എനിക്ക് ഈ ചൊറിച്ചിൽ. ഇപ്പോൾ എനിക്ക് അത് മാറിയത് എനിക്ക് 54 വയസ്സിലാണ്. ഇപ്പോൾ 57 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലയളവിൽ ആ അസുഖം എനിക്ക് അന്ന് തന്നെ മാറിക്കിട്ടി. പിന്നെ ഇയാൾക്ക് നാവിനകത്തും കവിളിനകത്തുണ്ടായിരുന്ന ആ റെഡ് കളർ മാറി ടേസ്റ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അമൃതയിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവർ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല, എടുക്കാനോ എടുക്കണ്ടെന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല കേട്ടോ, എടുത്തോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അങ്ങനെ പോയി. പിന്നെ വീട്ടിൽ ചെന്ന് ഈ 2 അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കന്ന് എത്രയും പെട്ടെന്ന് പോയി ഉടമ്പടി എടുത്തതിന് ശേഷം അമൃതയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനാണ് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ തന്നെ അമൃതയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരും എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് അവർക്കും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിക്ക് 15 ദിവസമേ ആയുസുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് ബ്രെയിനിലെ കോട്ടിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ നെർവുകളുമേ ഉള്ള കോട്ടിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് എന്താ പറയുക, ഇടയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുക, വീഴാൻ പോവുക. എന്നാൽ ചില സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. MTech അവളോട് ഡ്രോപ്പ് ചെയ്തോളാൻ പറഞ്ഞു, ഇനി പഠിക്കണ്ട, പഠിച്ചിട്ട് കാര്യമില്ല എന്ന്. ഞങ്ങൾ ഒരു 7-8 ഡോക്ടേഴ്സിനെ, ന്യൂറോളജിസ്റ്റിനെ കണ്ടിരുന്നു നമ്മൾ എല്ലാവരുടെയും സജഷൻസ് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞത്, ഇനി കാര്യമില്ല, കുട്ടിയെ നിർത്തിക്കോ, പഠിക്കാൻ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാണ്ട് ടെൻഷൻ കൊടുക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമൃതയിലെ ഡോക്ടർ പറഞ്ഞത് 15 ദിവസം ആയുസുള്ളൂ,
നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അമൃതയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ, അപ്പോൾ ഈ കുട്ടിയുണ്ട്, ഞാനും ഹസ്ബൻഡാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്താ ഡോക്ടറെ അങ്ങനെ? അപ്പോൾ പറഞ്ഞാൽ അല്ല, അതങ്ങനെയാണ്, ഒരാഴ്ചയും കൂടിയും കുട്ടി ഇങ്ങനെ എണീറ്റ് നടക്കും, ഒരാഴ്ച കഴിയുമ്പോൾ പാരലൈസ്ഡ് ആവും, പിന്നെ ഒരാഴ്ച കിടപ്പ് കിടക്കും, അത് കഴിഞ്ഞാൽ എല്ലാം തീരും. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് തൊഴുതിട്ട് പറഞ്ഞു, ശരിക്കും 2 കൈ കൂപ്പി തൊഴുതിട്ട് പറഞ്ഞത്, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്, അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുക, ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത്രയേ ഉള്ളൂ, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടത്. പക്ഷേ ഇത്രയും ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞെങ്കിലും എനിക്ക് എന്താണെന്നറിയില്ല, ഡോക്ടർ പറഞ്ഞാലും എനിക്കെൻ്റെ മാതാവ് ഈശോയുണ്ട്, അവരെനിക്ക് ശരിയാക്കി തരും എന്നുള്ളൊരു അത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാറുള്ളത് കൊണ്ടാണ് ആ ധൈര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ മാതാവ് ഈശോയും കൂടിയും എൻ്റെ മോളെ ഈ 15 ദിവസം എന്നുള്ളത് ആയുസ് നീട്ടിത്തരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ പോരുമ്പോൾ ഞാനും ഹസ്ബൻഡും, അന്ന് ചെറിയ മഴയുണ്ട്, ആളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, എവിടെയോ എന്തോ ശ്രദ്ധിച്ച് ഞാനും പുറത്തേക്ക് നോക്കിയിരിക്കുക. എൻ്റെ വിചാരം ഈ കുട്ടിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആൾക്ക് ആ സമയത്ത് എല്ലാം മനസ്സിലായിരുന്നു. ഇവളും പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ, ഞാൻ കരച്ചിലൊക്കെ ആയിരുന്നു. ഇയാൾ വേഗം തന്നെ വാഷ്റൂമിൽ പോയി അവിടെ ഭയങ്കര കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആൾ ചിരിച്ചുകൊണ്ട് വന്നേ. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി സിസ്റ്റർ പറഞ്ഞു, അമൃതയിൽ അങ്ങനെ പറഞ്ഞോട്ടെ നമുക്ക് രാജഗിരിയിൽ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രാജഗിരി പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, അമൃതയിൽ നിന്ന് വിട്ട കേസാണെങ്കിൽ പിന്നെ ഞങ്ങൾ എടുക്കില്ല, പിന്നെ ഞങ്ങൾക്ക് വേറെ അതിന് മേലെ ഒന്നുമില്ല പറയാനായിട്ട് എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ എന്താ പറയുക, കാല് പിടിക്കാമെന്ന് പറയണ പോലെ നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു. സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ തന്നെ ഒരു കോഴ്സും കൂടി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കും, ഇയാളുടെ കണ്ണിൻ്റെ മിണ്ടയിലും. അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റിറോയിഡ് ഒരു കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ തെളിഞ്ഞു കേട്ടോ, അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അമൃതയിലേക്ക് പോകുമ്പോഴും പിന്നെ ഇവിടെ ഞങ്ങൾ വരുമ്പോഴും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി ഒരുപാട് കാര്യങ്ങളാണ്, ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഇയാൾക്ക് എംടെക്കിൻ്റെ, അപ്പോൾ രാജഗിരിയിലെ ഡോക്ടർ പറഞ്ഞു എന്തായാലും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യണ്ട, കാരണം ആൾക്കതൊരു ഷോക്കായാലോ, ആൾ പോണ പോലെ പോട്ടെ, കാര്യമൊന്നുമില്ല എങ്കിലും പോണ പോലെ പോട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളത് നിർത്തിയില്ല. ഇയാൾ എക്സാം എഴുതി ഒന്നും അറിയില്ല എഴുതാൻ, മീൻസ് എല്ലാം മറന്നുപോയി, എല്ലാം എന്താ പറയുക ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പോലെ ആയിപ്പോയി. എല്ലാ വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി എഴുതുക, എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടി വിളിച്ചു പറഞ്ഞു അവരെവിടെയോ പ്രൊജക്റ്റ് ഏതൊരു കമ്പനിയിലാണ് ചെയ്യുന്നത്, അവർക്ക് എല്ലാം അവിടുത്തെ ആൾ ചെയ്ത് കൊടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇയാൾ ഭയങ്കര സങ്കടത്തിൽ എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്തെങ്ങനെ എനിക്കൊന്നും അറിയില്ലല്ലോ, എൻ്റെ ആകെ തെറ്റിപ്പോവല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയും മാതാവും കൂടി നിനക്കത് എഡിറ്റ് ചെയ്ത് തരും, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. ആ ഒരു നമ്മൾ ബിഗ് സീറോയിലായിപ്പോയി, കാരണം നമുക്ക് വേറെ ഒന്നുമില്ല ആ സമയത്ത്, വേറെ ഒരു മെറിറ്റും ഇല്ല, ബിഗ് സീറോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ നിനക്കതെല്ലാം എഡിറ്റ് ചെയ്ത് തരും എന്ന് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ വിശ്വാസം തന്നെയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ വന്നതോടുകൂടി ആൾക്ക് എന്താണെന്നറിയില്ല, ഈ മോള് പറഞ്ഞത് കൃപാസന മാതാവിൻ്റെ മടിയിൽ ഈ മകളെ ഇരുത്തി, ഇവളുടെ മടിയിൽ ഉണ്ണീശോനെ ഇരുത്തി, പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്ന് എന്നെ ഇതിൽ ജയിപ്പിച്ച് തരണേ, വിജയിപ്പിക്കണേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 18 ക്രെഡിറ്റിലും 18 കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. അതൊരു റിസൾട്ട് വന്നപ്പോൾ ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൾ പറഞ്ഞത് എൻ്റെ റിസൾട്ട് അല്ല എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുക. അതുപോലെയായി. പിന്നെ അതുപോലെ തന്നെ എംടെക്കിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 90% കൊടുത്ത് മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു. അത് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ മകളുടെ ജീവിതത്തിലും ഇയാൾക്ക് ആ സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല പറയാനായിട്ട്. അതിനുശേഷം പിന്നെ ഇയാൾ അയർലൻഡിലാണ് ഇപ്പോൾ. എന്താ പറയുക, അവൾ പറഞ്ഞു എനിക്ക് എന്തായാലും അയർലൻഡിലോട്ട് പോകണം, അയർലൻഡിൽ നിന്നല്ല ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോകണം, എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടണം, എനിക്ക് യാതൊരു അസുഖമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് മതി എനിക്കൊരു വിവാഹവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടറായിട്ട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല, എന്താ സംഭവിച്ചത് എനിക്കറിയില്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് MRI എടുക്കുന്നുണ്ട്, അതിലൊന്നും ഒരു കുഴപ്പമില്ല, കുട്ടി ആഗ്രഹിച്ച പോലെ തന്നെ അയർലൻഡിലോട്ട് ഏതാ കൺട്രിന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൾ അവിടെ പോയൊരു സ്റ്റുഡൻറ്റ് വിസയിൽ പോയൊരു കോഴ്സ് എടുത്തു, അത് പാസ്സായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇയാളെ കല്യാണമായിരുന്നു.
കല്യാണം കഴിച്ച മകൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. കല്യാണമായിരുന്നു. അപ്പോൾ ഈ കല്യാണം കൂടിയും കഴിഞ്ഞിട്ട് വന്ന് ഇവർ ഈ പ്രാവശ്യം വരുമ്പോൾ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇത് മൂത്ത മകളാണ്. ഇവൾക്ക് അയർലൻഡിൽ പോകാനായിട്ട് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവ് 1 മാസം കൊണ്ട് തന്നെ എല്ലാം ശരിയാക്കി കൊടുത്തു. ഇനി ബാക്കി അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ പറയും. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 ഡിസംബറിലാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ MBA കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഞാൻ കൃപാസനത്തിൽ വന്നത്. മാതാവിനോട് ഭയങ്കര ഭക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഞാൻ ശരിക്കും ഈശോയുടെ ഒരു ഫാനാണ്. മാതാവായിട്ട് എനിക്ക് അങ്ങനെ വലിയൊരു കണക്ഷനൊന്നുമില്ല. ഞാൻ കൊണ്ടെത്തിക്കുന്നതിനപ്പുറം ഈശോനോട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ വന്ന് ഞാൻ കൃത്യമായിട്ട് ആ 3 മാസം ഉടമ്പടി ചെയ്തിരുന്നു. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണമായിരുന്നു. കൃത്യം 2019 ഡിസംബറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ക്ലിയറായി. ഞാൻ ജോലിക്ക് മാർച്ച് 2 കയറി. എല്ലാവർക്കും അറിയാം, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് കോവിഡ് വന്ന് കംപ്ലീറ്റ് ക്ലോസ് ആയി. ഞാൻ ആ ഒരാഴ്ചക്കുള്ളിൽ അവിടെ ജോലിക്ക് കയറിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി ചെയ്യാൻ. ആ ഒരു 3 ഇയേഴ്സ് ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന ഭൂരിഭാഗം പേരും ജോലിക്ക് കയറാതെ ആ കോവിഡ് ടൈം ഫുള്ളും വീട്ടിലിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു കറക്റ്റ് 3 മാസത്തിൽ കൃത്യം എനിക്ക് അത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കഴിഞ്ഞ് ഞാൻ ലാസ്റ്റത്തെ ക്ലാസ് ഇവിടെ കൂടി പോയി പിറ്റത്തെ ദിവസമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൃപാസനം എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഞാൻ 3 ഇയേഴ്സ് എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ കോവിഡ് ആയതുകൊണ്ട് എനിക്കിവിടെ വരാനൊന്നും അധികം പറ്റിയിട്ടില്ല. ആ ഒരു കണക്ഷൻ കുറഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നീട് ഞാൻ 2023 ഏപ്രിലിൽ അയർലൻഡിൽ പോവാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ അവിടെ പോയി. MSc ബിസിനസ് അനലിറ്റിക്സ് ആണ് ഞാൻ അവിടെ പഠിച്ചത്. പഠനത്തിൻ്റെ സമയത്ത് തുടക്കകാലത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെമസ്റ്ററൊക്കെ ഒന്ന് എക്സാം ക്ലിയർ ആയി. പക്ഷേ ആ ഒരു ആക്സെൻറ്റും അവരുടെ സംസാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ സെക്കൻഡ് സെം ആയപ്പോഴേക്കും എനിക്ക് എളുപ്പമായി. ഞാൻ നന്നായി പഠിച്ചു, നല്ല മാർക്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് ലെവൽ കൂടി. എൻ്റെ ഒരു മെറിറ്റിലാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മെറിറ്റിലാണ് ഞാൻ മാർക്സ് നേടുന്നതെന്നുള്ള ഒരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫൈനൽ ഡെസർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ഫൈനൽ ഡെസർട്ടേഷൻ വരുമ്പോൾ നമ്മൾ പുറത്ത് ആളുകളുടെ ഹെൽപ്പ് നമ്മൾ കിട്ടും. കാരണം എനിക്ക് പ്രോഗ്രാമിംഗ് ആയിരുന്നു, പൈത്തണിൽ പ്രോഗ്രാമിംഗ് ആയിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തു. അധികം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സത്യമായിട്ടില്ല. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം, എനിക്ക് അത്യാവശ്യം മാർക്സ് ഉണ്ട്, അങ്ങനെ ഞാൻ ചെയ്തു. പക്ഷേ അന്ന് കാലത്ത് എൻ്റെ ഫൈനൽ വൈവ ഈ ഒരു 3 മണി 4 മണി നേരത്തായിരുന്നു, ഐറിഷ് ടൈമിൽ. രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുർബാനയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയാണ്, നിൻ്റെ കോഡിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? അത് ഭയങ്കര ഞാനിങ്ങനത്തെ എന്നോടിങ്ങനെ, കാരണം എനിക്ക് അത്രയും 100% ഷുവറാണ് ഞാൻ ചെയ്ത് കറക്റ്റാണ്. പക്ഷേ എന്നോടിങ്ങനെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ കോഡിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകണം, നീ ഫെയിൽ ആവില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ട് ഞാൻ ബസ് കയറാണ്. പള്ളിയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ബസ് കയറുന്നതിൻ്റെ ഇടയിൽ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ കോഡിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കിങ്ങനെ മനസ്സിൽ വരാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ അമ്മോട് ഞാൻ പറയാം. അപ്പോൾ അമ്മ, നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നീ മാതാവിനോട് പ്രാർത്ഥിക്കേ, കൃപാസനം മാതാവിനോട് നീ പ്രാർത്ഥിക്കേ. അപ്പം മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ആ സമയം മുതൽ ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. കണ്ടിന്യൂസ്ലി ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. മാതാവേ മിസ്റ്റേക്ക് ഉണ്ടാവുമോ എന്നുള്ള ഇങ്ങനെ ഒരു ടെൻഷൻ പോലെ വന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് വരണം എൻ്റെ എക്സ്റ്റേണലായിട്ട്, മാതാവ് വന്നാൽ മാത്രമാണ് ഞാൻ ഇനി രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് വൈവ എൻ്റെ ആയിരുന്നു. ഫസ്റ്റ് വൈവയ്ക്ക് കയറിയപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ, എൻ്റെ പ്രൊഫസർ കയറിയിട്ടില്ല. ആൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊഫസറാണ്. 6 പേര് എക്സാം എഴുതാണെങ്കിൽ 3 പേരെയും പൊട്ടിക്കും. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊഫസറിനെയാണ് എനിക്ക് കിട്ടിയത്. സോ ഞങ്ങൾ 2 പേരും കയറി, എക്സ്റ്റേണലും കയറി, ഞാനും ഇരുന്നു. പക്ഷേ എൻ്റെ ഇൻറ്റേർണൽ കയറിയിട്ടില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഈ ഡ്രസ്സ് ഇട്ട് ഒരു എക്സ്റ്റേണൽ ആയിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു, ഐറിഷുകാരി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ എക്സാമിൻ്റെ വൈവ നടത്താൻ വന്നത്.
സോ എന്നെ ഭയങ്കരമായിട്ട് ആൾ കൂളാക്കി. എന്നോട് ചോദിച്ചു എന്താ പേര്, ഓക്കെ ആണോ, എന്താ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ കോമൺ അല്ലേ, ഇതൊക്കെ നമ്മൾക്ക് ചെറിയൊരു കാര്യമല്ലേ, ഇനി ജോലി ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കണേന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഭയങ്കര കൂളാക്കി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഞങ്ങൾ ശരിക്കും 10 മിനിറ്റ്സ് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇൻറ്റേർണൽ കയറിയത്. ആള് പക്ഷേ ഭയങ്കര ചൂടനായിരുന്നു. ആള് കയറി വൈവ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു തൻ്റെ കോഡിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ട്, പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്പ് തെറ്റാണെന്ന് പറഞ്ഞു. അത് കേട്ട വഴി ഞാൻ ഞെട്ടി. കാരണം എൻ്റെ മനസ്സിൽ പറഞ്ഞ അതേ കാര്യമാണ് വൈവയുടെ ഇടയിൽ ആ പ്രൊഫസർ പറഞ്ഞത്. ഇത് പാസ്സാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല, എനിവേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കിയ വഴി ആ എക്സ്റ്റേണൽ ഞാൻ പറഞ്ഞ മാതാവിൻ്റെ ഈ ഒരു ഡ്രസ്സ്, അതേപോലത്തെ ഒരു ഡ്രസ്സ് കളറിലിട്ടിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ആള് എന്നോട് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുക, പേടിക്കണ്ടെന്നുള്ള രീതിയിൽ. അതെനിക്ക് ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു. പിന്നെ ഒരു മാസം എടുത്തു റിസൾട്ട് വരാൻ. അങ്ങനെ ആ 1 മന്ത് ഞാൻ കറക്റ്റായിട്ട് കുരിശിൻ്റെ വഴിയാണെങ്കിലും ഉടമ്പടിയുടെ ക്ലാസ് എല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. സെക്കൻഡ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ ക്ലറിക്കൽ പോസ്റ്റ് ഇപ്പം ഞാൻ ക്ലിയർ ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ പേപ്പർ വർക്ക്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ജൂൺ 2 ഈ വരുന്ന തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു പോവാണ്. അതിൻ്റെ പിന്നാലെ പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റും. പിന്നെ ചിഞ്ചുവിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞ പോലെ അതെൻ്റെ വലിയൊരു ഇതായിരുന്നു. എത്രയും പെട്ടെന്ന് അവൾക്കൊരു നല്ലൊരു ആലോചന, വിവാഹം കൃത്യമായിട്ട് നടക്കണമെന്ന്. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായി വിവാഹം നല്ല രീതിയിൽ നടന്നു. കാലാവസ്ഥ വളരെ മോശമായിരുന്നു കഴിഞ്ഞ ആഴ്ച, പക്ഷെ ഞങ്ങൾക്കൊരു പ്രശ്നവും നമ്മുടെ പരിപാടികൾ അത് ബാധിച്ചില്ല. കൃത്യമായിട്ട് ആ സമയത്ത് മഴ മാറി നിന്നു. അപ്പോൾ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രം, ആരെങ്കിലും ഇവിടുന്ന് പോകുന്ന ആരുടെയെങ്കിലും കയ്യിൽ പത്രങ്ങൾ കൊടുത്തു വിടുകയും ഞാൻ എല്ലാ ഇംഗ്ലീഷ് പള്ളികളിലും ആ പത്രങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ സാലറിയുടെ ഒരു ഭാഗം അമ്മയ്ക്ക് കൊടുക്കാറുണ്ട്, അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വീടില്ലാത്തൊരു കുടുംബത്തിന് വീട് പുതുക്കി പണിയാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്.